ഹലോ, നമ്മളൊരു കല്യാണത്തിന് പോകട്ടോ. കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക്. നമുക്ക് നെറ്റിയിലൊരു കുറിയില്ല, നമുക്ക് ഭസ്മം തൊടാം. നമ്മൾ അമ്മായി ഹായ് പറയും. ജീവാവ് നടക്കണമൊക്കെ നമുക്ക് ഇതെന്നൊരു ചിരിഭസ്മം എടുത്ത് അതെ എന്റെ അമ്മു എന്റെ വീഡിയോയിൽ ഒരുപാടുണ്ട്. മോളെ ഫോട്ടോ കാട്ടിനെന്നാണ് അമ്മായി ചോദിക്കണേ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയില്ല, അതുകൊണ്ട് ഒരു ക്ഷീണമൊക്കെ മുഖത്തുണ്ട്. ഒരു സുന്ദരിയായിട്ടും സുന്ദരിയാവാത്ത പോലെ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അമ്മായിക്ക് എന്തെല്ലോ ഒരു വർത്താനുണ്ടാവും. എൻ്റെ നാത്തൂര് പിന്നെ പൊടി കുഴച്ചിക്കണോ പുറത്തേക്ക് എടുത്തേക്കാൻ, പൊടി കുഴച്ചത് വേണ്ടേ, വന്നിട്ട് കുഴക്കണം, കുഴച്ചില്ല. അപ്പം നമ്മൾ ഒരു കല്യാണത്തിനൊക്കെ പോവാനേ, പാർട്ടിക്ക് പോവാനേ, കവറൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ പോയിട്ട് വരാട്ടാ. പെണ്ണിനെയൊക്കെ വീഡിയോയിലിട്ടുണ്ട്. നമുക്കൊന്നും ഒരു ഉഷാറുമില്ല, അതുകൊണ്ട് ഒരു നമുക്കൊരു മുഞ്ചുമില്ല. അപ്പം നമ്മളിന്ന് വീഡിയോ ഒന്നും ചെയ്തില്ല. അപ്പം എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. ബിസ്ക്കറ്റ് ഉണ്ട് ഇവിടെ, കടലുണ്ട് ഇവിടെ, ഇതൊക്കെ തിന്ന് അമ്മായി ഇവിടെ ഇരുന്നോട്ടെ. നമ്മൾ കല്യാണപ്പുരയിൽ പോയി നല്ല ചിക്കൻ ചാറും നെയ്ച്ചോറൊക്കെ തിന്നിട്ട് വരട്ടോ. എന്താണെന്നൊന്നും അറിയില്ല ഗൈസ്. നമുക്കിവിടെ നിന്ന് ചിക്കൻ കറിയിന് ചോറിന്. ഇന്ന് ചോറ് എന്താ അറിയില്ല, വാർത്തിട്ട് പിന്നെ വിന്തതാണോന്ന് അറിയില്ല, ഒരു വെള്ളൊലിപ്പ്, അതുകൊണ്ട് ഒരു സുഖമല്ലേ ചോറുന്ന്. അപ്പം നമുക്ക് ഒരു മൊഞ്ചൊന്നും കാണുന്നില്ല. പോട്ടെ, ഇനി നാളെ ഒരു കല്യാണത്തിന് എനിക്ക് എവിടെയും പോകാണ്ടാകുമ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ച് വാടി ഇള്ള നിറവും കെട്ട് കോലും കെട്ട് എല്ലാം കൂടി ഒരു നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? എനിക്ക് അങ്ങനെയാണ്. എവിടെയും പോകാണ്ടെങ്കിൽ പിന്നെ മോള് വരാണ്ടെങ്കിൽ അപ്പോഴേക്കും ഞാൻ ക്ഷീണിക്കൂല. ക്ഷീണിച്ചാൽ വേണ്ടിയില്ലേന്, മെലിഞ്ഞാൽ വേണ്ടിയില്ലേന്. നമ്മൾ നിറമെല്ലാം പോയി നമ്മളെന്തോ ഒരു കോലം കെട്ട കോലായി പോകും. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഇന്ന് ഇച്ചിരി ഉറങ്ങാത്തതിനെ കൊണ്ടാണോ അറിയില്ല, എന്തോ ഒരു ക്ഷീണം എന്നെ നന്നായി ബാധിച്ചിട്ടുണ്ട് ഉറങ്ങാത്തേക്ക്. അപ്പം നമ്മൾ പോവാനേ, നാളെ ഇതന്നെ ഇട്ടാൽ മതി എന്നാണ് അമ്മായി പറഞ്ഞത്. അമ്മായിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടല്ല. ഞാൻ 2 തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ബായ്. രാത്രിൻ്റെ കണ്ട എൻ്റെ അമ്മ കുളിച്ചിട്ട് ഇട്ടതാ. ബായ്, ടാറ്റാ, ലവ് യു. നമുക്ക് അവിടെ നിന്ന് കാണാട്ടാ. എൻ്റെ കുട്ടികൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനം ഒക്കെ തന്നിട്ട് നമ്മൾ നാളെ ഒരു കല്യാണം ഉണ്ട്, ഫറൂഖ് കോളേജിലാണ്, അതിന് പോകേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോ നീട്ടുന്നില്ല, നമുക്ക് കല്യാണപ്പെണ്ണിനൊക്കെ വീഡിയോ എടുത്തിട്ട് എന്താ. അപ്പം നമ്മളെ ഇഷ്ടപ്പെട്ടോ കഷ്ടപ്പെട്ടോ. ഞങ്ങൾ പേടിക്കുമ്പോൾ നോക്കി ആസ്വദിക്കുന്നതാണ്. നമുക്ക് പ്ലേറ്റ് കൈവിട്ടു. ഹലോ ഗൈസ്, നമ്മളൊരു കല്യാണത്തിന് പോവാണ്. സ്വർണ്ണമേളുണ്ട്, നീലമേളുണ്ട്. അതൊന്നും കുഴപ്പമില്ല. സുന്ദരനും സുമുഖനുമായ സുനി. നമ്മളൊരു കല്യാണത്തിന് പോയി ടാറ്റ ബൈ ബൈ പറയിച്ച് ഹായ് ഹായ് ബൈ. കാവി മുഖ്യ സാരിയൊക്കെ സമയത്തിന് സാരി നല്ല രസം. ഡ്രൈവർ ഇല്ലാത്ത ബസ്സിൽ ഞങ്ങൾ കാലടിച്ചിരിക്കുകയാണ് ഗൈസ്. സ്വർണ്ണമേം വന്ന് സുന്ദരിയും സുമുഖിയും ആയിട്ടില്ല, ഇവളാണ് ആയത്. കാണുന്നുണ്ടോ? ഗാനമേളയിൽ മുഴുകിയിരിക്കുകയാണ്. നമ്മളെ ബസ് ഇളകിയുണ്ട്. ഇപ്പോൾ കല്യാണപ്പുരയിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ കയറിയ ബസ്സിൽ നമ്മൾ ശ്രീകുട്ടി കയറിയിട്ടോ. ശ്രീകുട്ടീനെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഞാനൊന്ന് വീഡിയോ ഓണാക്കി, പക്ഷേ എങ്കിൽ ആളെ തിരക്കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പിടിച്ച് ലാസ്റ്റ് ഇറങ്ങുന്ന നമ്മളെ ശ്രീകുട്ടി, നമ്മളെ മോള് ഇറങ്ങാൻ പോകുന്നുണ്ട്. അതിറങ്ങില്ല, നല്ല പിടിക്കാൻ പറ്റിയില്ല അവളെ.
അവിടെ പോയി അവളെ വീട്ടിലേക്ക് ബേപ്പൂർ ഫെസ്റ്റിവലിനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂവിന് പോണം. ലീനമോള് ഭാര്യയും ഭർത്താവും മുല്ലപ്പൂവിന് പോകാം. എത്ര? അങ്ങനെ മുല്ലപ്പൂ വെച്ച് ഓടിപ്പോകുന്ന ലീനമോള്. നല്ല ബൊക്കയും പൂവൊക്കെ കെട്ടുണ്ട്. നല്ല പൂ ഇവിടുന്ന് കിട്ടി. നമുക്ക് ആദ്യം ചീത്ത പൂ കിട്ടി. ഇപ്പൊ നല്ല പൂ നമ്മൾ സ്വർണ്ണയിച്ച് വെച്ചപ്പോ വീഡിയോ പിടിക്കാനാണ്. അപ്പോൾ സ്വർണ്ണയിച്ച് മുല്ലപ്പൊക്കെ വെച്ച് ലീനമോള് ഒരുപാട് പൂ വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട് വണ്ടിമേൽ ഹെൽമെറ്റ്. എന്ത് ഇവിടുന്ന് കുറച്ചുണ്ട് നടക്കാൻ. എടുത്തതാ ഇടയ്ക്കിടയ്ക്ക് അടിവാരം ബസ് സ്റ്റോപ്പിൽ നിൽക്കണം. കുഴപ്പമില്ല കുഴപ്പമില്ല. ഞങ്ങള് എന്റെ ആങ്ങളുടെ മക്കളാണ് ഇതൊക്കെ. ഇത് രണ്ടും ഇത് പോയി എനിക്ക് ഇത്തിരി പോലും നിന്നൂടാ. അല്ല കഴിച്ച് നമ്മളെ നികിമോനും അവൻ്റെ മാമൻ അപ്പുമാമനും എത്തിപ്പെട്ട് നമ്മുടെ മകൻ കൈലാസ്നാഥ്, ഇത് നമ്മുടെ കുഞ്ഞ് ഇവിടെ പോയത് ലീബക്കുട്ടിയുടെ മോനാണത്. നികിമോനൊരു ഹായ്. നികിയെ ഒരു ഹായ്. നമ്മളെ മണിമങ്കന്മാര് നടന്നു വരിക. ഇറങ്ങിക്കൊങ്ങിയല്ലേ നമ്മളെ ഇറങ്ങിക്കൊങ്ങിയെന്ന്. ഞാൻ ആ കാറ്റത്ത് ഇറങ്ങി ഇങ്ങളെ എടുത്ത് പുതിയ കയറ്റിയതല്ല. എന്റെ നാത്തുമാര് ഏട്ടന്റെ മക്കൾ, ഏട്ടന്റെ മക്കൾ, അത് രണ്ടും ലീനമോളും ലീബി. ആരോ നിന്നോട് പറഞ്ഞു നമുക്ക് ഇതാ ചൂടുള്ള കോഫി തന്നു. ബിസ്ക്കറ്റ് ഇറങ്ങി രണ്ടെണ്ണുള്ളൂ. ഇത് എടുക്കണോ എടുക്കണ്ടെന്ന് ആലോചിച്ചിരിക്കല്ലേ. അവിടെ കയറിക്കണ ഉമ്മേട്ടൻ്റെ ഏട്ടൻ്റെ മോള് ഉമ്മ സർണേച്ചി. അവിടേക്ക് ഫോട്ടോ എടുക്കട്ടെ. ഇറങ്ങിക്കോ. അങ്ങനെ തന്നെ ഇത് പുതിയമ്മേന്റെ അമ്മയാണ് കേട്ടോ. ഞാൻ കേറാൻ പറഞ്ഞിട്ട് കേറുക മടിച്ചിട്ട് വേഗം പിടിക്കും. ഇരിക്കി ഇവരാര് കല്യാണപ്പെണ്ണോ? അടിപൊളി. ഇന്റത് പോയി. ഈ ഫോട്ടോ ഒക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് കിട്ടല്. നമ്മളെ ലീനമോള് സുനിന്റെ കല്യാണം. കൈ കെട്ടടാ. കൈ ഇവിടെ എന്താ കൈമ ഞാൻ ചോദിച്ചാൽ എന്തിനാ? ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഒന്നു. അപ്പൊ ദീപേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ദീപേച്ചി അതൊക്കെ അവിടെ
ഹലോ, നമ്മൾ കല്യാണത്തിന് പോയി വണ്ടിമ പോയി പറന്ന് പിടിച്ച് വന്ന് പ്രാന്തന്മാരായിട്ടുണ്ട്. നമ്മൾ മുല്ലപ്പൂ വെച്ചൊന്നെടുത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളത് മുല്ലപ്പൂവൊക്കെ വെച്ച് നമ്മളെ വീഡിയോ പിടിച്ചാൽ ആരും ഇല്ലായിരുന്നു. നമ്മളെല്ലാവർക്കും ഫോട്ടോ ഷൂട്ട് നടത്തി. എല്ലാവരും പറഞ്ഞിട്ട് എന്നെ പിടിച്ചു തരാൻ ഞാൻ വേണ്ട പറഞ്ഞു. ബൈ ബൈ. ഇനി നമുക്ക് കഥയുമായി രാത്രി വരുന്നതായിരിക്കും. മുല്ലപ്പൂ ഊരിയൊക്കെ പോവാം. അയ്യോ, നമ്മൾ മുല്ലപ്പൂ ആട്ടൂല, നമ്മളിവിടെ എടുത്ത് വെക്കും. എന്ത് പറയുക, ഇനി നമുക്ക് രാത്രി കഥ പറയുമ്പോൾ വയ്ക്കൂ. അപ്പൊ നമുക്ക് എന്നും കണ്ടുവിടാൻ മുല്ലപ്പൂ പാടാടല്ലേ, യൂട്യൂബ് എടുത്ത് വെച്ച് നോക്കിയാൽ. അപ്പൊ നമ്മളെ അഞ്ചു അതിനെയൊക്കെ അവിടെ ഫോട്ടോഷൂട്ട് എടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഇവിടുന്ന് സൂം ചെയ്ത് അവരെ വീഡിയോ പിടിച്ചിട്ട് നന്നായിട്ടുണ്ട് ഞാൻ ഇതിലിടുന്നതായിരിക്കും. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള കുഞ്ഞുങ്ങളാണ്.